We are moved to properties of scalar multiplication. അപ്പൊ ലാസ്റ്റ് വീഡിയോയില് നമ്മൾ പറഞ്ഞത് സ്കാലാർ മൾട്ടിപ്ലിക്കേഷനെ പറ്റിയിട്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങള് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ കൊളീനിയർ, ദെൻ വെക്ടർ ബി ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ എ. അതാണ് ഫൈനൽ റിസൾട്ട് പറഞ്ഞത്. ദെൻ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ cap is equal to vector A divided by mod vector A. Then properties of scalar multiplication. Vector A vector and B vector B, any two vectors and lambda, K and M be any two scalar. What is scalar? Scalar means real numbers. First property എന്ന് പറയുന്നത് K into vector A plus vector B will be equal to K into vector A plus K into vector B. Then second property is K plus M into vector A is equal to K into vector A plus M into vector A. Third property is Km into vector A will be equal to K and M are scalars. That is K into M vector A. ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇത് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ഒരു നോട്ട് മാത്രം എഴുതിയിട്ട് അവസാനിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. കമ്പോണൻസ് ഓഫ് എ വെക്ടർ. വാട്ട് ഈസ് കമ്പോണന്റ് ഓഫ് എ വെക്ടർ? ഞാനൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചു വെച്ചിട്ടുണ്ട്. എക്സ് വൈ സെഡ് ആക്സിസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് O ഇൻ സ്പേസ്. നമ്മൾ എക്സ് ആക്സിസിലേക്ക് 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എ മാർക്ക് ചെയ്തു. വൈ ആക്സിസിലേക്ക് സെയിം 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ബി. സെഡ് ആക്സിസിലേക്ക് 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് സി. എന്തൊക്കെയാ ചെയ്തതെന്ന് ഓർമ്മിക്കൂ. എക്സ് ആക്സിസിലേക്ക് 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ എ, വൈ ആക്സിസിലേക്ക് 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ബി, സെഡ് ആക്സിസിലേക്ക് 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ സി മാർക്ക് ചെയ്തു. ഒറിജിൻ ഇനീഷ്യൽ പോയിന്റും എ ടെർമിനൽ പോയിന്റുമായിട്ട് നോക്കൂ വെക്ടർ OA ക്രിയേറ്റ് ചെയ്തു. വെക്ടർ OA. അതുപോലെ തന്നെ വെക്ടർ മീൻസ് ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്. വെക്ടർ OB, വെക്ടർ OC, മൂന്നും വെക്ടേഴ്സ് ആണ്. വെക്ടർ OA ഈസ് ദ വെക്ടർ അലോങ് എക്സ് ആക്സിസ്. വെക്ടർ OB ഈസ് വെക്ടർ അലോങ് വൈ ആക്സിസ്. വെക്ടർ OC ഈസ് വെക്ടർ അലോങ് സെഡ് ആക്സിസ്. വെക്ടർ OA, വെക്ടർ OB, വെക്ടർ OC each having magnitude 1 unit.
ഈച്ച് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ്. ഓരോന്നിന്റെയും മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണ്. സോ അതുകൊണ്ട് വെക്ടർ ഒ എ, വെക്ടർ ഒ ബി, വെക്ടർ ഒ സി മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുക യൂണിറ്റ് വെക്ടേഴ്സ് എന്നാണ്, അല്ലെ? Therefore വെക്ടർ ഒ എ, വെക്ടർ ഒ ബി, വെക്ടർ ഒ സി ഈച്ച് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ്. സോ വെക്ടർ ഒ എ, വെക്ടർ ഒ ബി, വെക്ടർ ഒ സി ആർ കോൾഡ്, എന്താണ് മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണെങ്കിൽ ആർ കോൾഡ് യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സ്, യൂണിറ്റ് വെക്ടേഴ്സ് ആണ് വെക്ടർ ഒ എയും വെക്ടർ ഒ ബിയും വെക്ടർ ഒ സിയും. എലോങ് ഏതൊക്കെ ആക്സിസില്? എക്സ്, വൈ, സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എക്സ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് വെക്ടർ ഒ എ, വൈ ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് വെക്ടർ ഒ ബി, സെഡ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് വെക്ടർ ഒ സി. എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ? ഈച്ച് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ്. സോ വെക്ടർ എ, വെക്ടർ ഒ ബി, വെക്ടർ ഒ സി ആർ കോൾഡ് യൂണിറ്റ് വെക്ടേഴ്സ് along x, y, z axis denoted by ഈ എക്സ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഐ ക്യാപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. എപ്പോഴും ഒരു ക്യാപ്പ് എന്ന് കൊടുക്കുന്നത് യൂണിറ്റ് വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ എഴുതി എ ക്യാപ്പ് സീക്വൽ ടു എന്താ എഴുതിയത് മക്കളെ? വെക്ടർ എ ഡിവൈഡഡ് ബൈ പറയൂ മോഡ് വെക്ടർ എ. അപ്പൊ ആ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഒരു ഈ വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഇത് വെക്ടർ എ ആണ്. ഇതിന്റെ ഒരു യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടറിനെയാണ് നമ്മൾ എ ക്യാപ്പ് എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എപ്പോഴും ക്യാപ്പ് എന്ന് കൊടുക്കുകയാണെങ്കിൽ യൂണിറ്റ് വെക്ടറിനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എക്സ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് വെക്ടർ ഒ എ. ഈ വെക്ടർ ഒ എനെയാണ് നമ്മൾ ഐ ക്യാപ്പ് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ജെ ക്യാപ്പ് ഓൾസോ കെ ക്യാപ്പ്. അപ്പൊ ഇത് ഐ ക്യാപ്പ് ആണ്. അപ്പൊ 2 യൂണിറ്റ് വരികയാണെങ്കിലോ ഒരു യൂണിറ്റ് ഐ ക്യാപ്പ് ആണ്. അപ്പൊ 2 യൂണിറ്റ് വരികയാണെങ്കിലോ 2 യൂണിറ്റ് എന്നുള്ളതിന് നമ്മൾ 2 ഐ ക്യാപ്പ് എന്ന് എഴുതും. മനസ്സിലാവുന്നുണ്ടോ? 3 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 3 ഐ ക്യാപ്പ് എന്ന് എഴുതും. ഐ ക്യാപ്പ് ഒരു യൂണിറ്റ് വെക്കും. അങ്ങനെ 3 യൂണിറ്റ് ആണെങ്കിൽ 3 ഐ ക്യാപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെ എന്ത് എഴുതാം? വെക്ടർ ഒ എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഒ എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ്. ഐ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ 1. വെക്ടർ ഒ ബി, വെക്ടർ ഒ ബിനെയാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? ജെ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യുക. അതും 1 യൂണിറ്റ് ആണ്. വെക്ടർ ഒ സിനെയാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? കെ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യുക. അതിന്റെ മാഗ്നിറ്റ്യൂഡും 1 യൂണിറ്റ് ആണ്. Therefore ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് ആർ ദ യൂണിറ്റ് വെക്ടേഴ്സ് along എക്സ്, വൈ, സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നത്? അപ്പൊ നമ്മള് ഒരു 5 യൂണിറ്റ് ഡിസ്റ്റൻസിൽ വൈ ആക്സിസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? 5 ജെ ക്യാപ്പ് ആയിരിക്കും. 5 ജെ ക്യാപ്പ് ആയിരിക്കും 5 യൂണിറ്റ് ഡിസ്റ്റൻസിലാണെങ്കിൽ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കമ്പോണന്റ് ഫോം ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ആർ
കമ്പോണന്റ് ഫോം മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസിലേക്ക് ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റ് വെക്ടറിനെ നമ്മൾ ഐ ക്യാപ്പ് എന്ന് പറയും. അപ്പൊ 2 യൂണിറ്റ് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റ് 2i ക്യാപ്പ്, 3i ക്യാപ്പ് അങ്ങനെയാണ് എഴുതുക. വൈ ആക്സിസിലേക്ക് ജെ ക്യാപ്പ്, സെഡ് ആക്സിസിലേക്ക് കെ ക്യാപ്പ്. ക്ലിയർ? ഓക്കെ. വീണ്ടും നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്തു. ഇതിൽ പി എക്സ് വൈ സെഡ് ബി എനി പോയിന്റ് ഇൻ സ്പേസ്, പി എക്സ് വൈ സെഡ് ബി എനി പോയിന്റ് ഇൻ സ്പേസ്. ഓക്കെ, ഇനി പറയാൻ ശ്രദ്ധിക്കൂ. ദ പൊസിഷൻ വെക്ടർ ഓഫ് പി, ഞാൻ നേരത്തെ പൊസിഷൻ വെക്ടർ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ? പൊസിഷൻ വെക്ടർ ഓഫ് പി ഓഫ് ദ പോയിന്റ് പി. പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ ഓഫ് പി. എങ്ങനെയാണ് പൊസിഷൻ വെക്ടർ എഴുതുക? വരയ്ക്കുക. ഒറിജിൻ ഇനീഷ്യൽ പോയിന്റും പി ടെർമിനൽ പോയിന്റുമായിട്ടുള്ള വെക്ടർ, ഇതിനെ നമ്മൾ വെക്ടർ ആർ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഈ വെക്ടർ ഒ പി ആണ് പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. ഇനി നമ്മൾ എക്സ് ആക്സിസിലേക്ക് 1 യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്പ്. വൈ ആക്സിസിൽ 1 യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്പ്. സെഡ് ആക്സിസിൽ 1 യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്, പറയൂ എന്ത്, കെ ക്യാപ്പ്. ഇനി ഇതിന്റെ പ്രൂഫ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, കാരണം പ്രൂഫ് എക്സാമിന് ചോദിക്കാറില്ല. നിങ്ങൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ, ഇതിപ്പോ എക്സ് ആക്സിസ് ആണ്, ഇത് പി എക്സ് വൈ സെഡ് ആണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എക്സ് ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് എക്സ് ആയാലല്ലേ എക്സ് കോർഡിനേറ്റ് ആവുക. ഇതിന്റെ ഒരു യൂണിറ്റ് ഐ ക്യാപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഐ ക്യാപ്പ് ആണ്, എക്സ് ഡിസ്റ്റൻസിലാണ്. അപ്പൊ അത് എക്സ് ഐ ക്യാപ്പ് ആയിരിക്കും അല്ലെ. 2 യൂണിറ്റ് 3 യൂണിറ്റ് അങ്ങനെ വന്നിട്ട് എക്സ് ഐ ക്യാപ്പ് ആയിരിക്കും പോയിന്റ്. വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ വൈ ജെ ക്യാപ്പ് ആയിരിക്കും പോയിന്റ്. ജെ ക്യാപ്പ് ആണ് വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടർ. സെഡ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ സെഡ് കെ ക്യാപ്പ് ആയിരിക്കും പോയിന്റ്. അപ്പൊ നമ്മള് ഈ പൊസിഷൻ വെക്ടർ ഒ പി എങ്ങനെയാ എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്റെ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ആണെങ്കിൽ പൊസിഷൻ വെക്ടർ ഒ പി ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ് നമ്മൾ അതിന്റെ കമ്പോണന്റ് ഫോം എഴുതുക. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ടാണ്. ഈ വെക്ടർ ഒ പി എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് നമ്മൾ എഴുതുന്നത്. പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ദെൻ വെക്ടർ ഒ പി ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഇതിനെയാണ് നമ്മൾ പറയുക കമ്പോണന്റ് ഫോം ഓഫ് ദ പൊസിഷൻ വെക്ടർ ഒ പി. കമ്പോണന്റ് ഫോം ഓഫ് ദ പൊസിഷൻ വെക്ടർ ഒ പി. പിന്റെ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ആണെങ്കിൽ പൊസിഷൻ വെക്ടർ ഒ പി എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആയിരിക്കും. നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് 3
3-2-1 ആണെങ്കിൽ എന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ എഴുതുക വെക്ടർ ഒ എന്നാണ് എഴുതുക. ഒറിജിൻ ഇനീഷ്യൽ പോയിന്റും പി ടെർമിനൽ പോയിന്റുമായി എ ടെർമിനൽ പോയിന്റുമായിട്ടുള്ള വെക്ടർ ഒ എന്നാണ് എഴുതുക. ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കൂ. 3i പ്ലസ് 2j മൈനസ് k. ഇതാണ് ഇതിന്റെ കമ്പോണന്റ് ഫോം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ xi പ്ലസ് yj പ്ലസ് zk x, y, z are called scalar components. ശ്രദ്ധിക്കണേ, സ്കാലാർ കമ്പോണൻസ്. ഏതിന്റെ സ്കാലാർ കമ്പോണൻസ്? ഓഫ് വെക്ടർ ഓഫ് പി. മനസ്സിലാവുന്നുണ്ടോ? ദെൻ xi yj zk ഐയും ജെയും കെയും കൂടി വന്നാൽ നമ്മൾ പറയും വെക്ടർ കമ്പോണൻസ്. എന്താണ് പറയുക? വെക്ടർ കമ്പോണൻസ് ഓഫ് ദ പൊസിഷൻ വെക്ടർ ഓഫ് പി. എക്സാമ്പിൾ നോക്കൂ. എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 3-2-1 ആണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ എഴുതുക വെക്ടർ ഒ എന്നാണ്. പൊസിഷൻ വെക്ടറിന്റെ കമ്പോണന്റ് ഫോം 3i പ്ലസ് 2j മൈനസ് k ആണ്. അപ്പൊ ഇതിന്റെ സ്കാലാർ കമ്പോണൻസ് 3-2-1 ആണ്. വെക്ടർ കമ്പോണൻസ് 3i 2j മൈനസ് k യുമാണ്. ഇതിനെയാണ് നമ്മൾ കമ്പോണന്റ് ഫോം ഓഫ് ദ പൊസിഷൻ വെക്ടർ. ഇനി എക്സാമ്പിൾ പറയണോ? Q എന്ന് പറയുന്ന ഒരു പോയിന്റ് 1-2-6 ആണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ എഴുതുക വെക്ടർ ഒ ക്യു എന്നാണ്. വെക്ടർ ഒ ക്യു ഈസ് ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് 6k. ഇതാണ് ആ വെക്ടറിന്റെ പൊസിഷൻ വെക്ടറിന്റെ കമ്പോണന്റ് ഫോം. ക്ലിയർ? ഇനി നമ്മൾ പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ദ വെക്ടർ ആർ ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk ആണെങ്കിൽ മോഡ് വെക്ടർ ആർ, അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ മോഡ് എന്നാണ് എഴുതുക. മോഡ് വെക്ടർ ആർ ഓർ മോഡ് ഓഫ് xi പ്ലസ് yj പ്ലസ് zk എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിരിക്കും. നമ്മൾ നേരത്തെ പൊസിഷൻ വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെക്ടർ എ എന്ന് പറയുന്നത് 3i പ്ലസ് 2j മൈനസ് 6k ആണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ വെക്ടറിന്റെ ലെങ്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ടെർമിനൽ പോയിന്റ് ഈ വെക്ടർ എന്ത് ഫോമിലാണ്? ഈ ഐ ജെ കെ വെച്ചിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ കമ്പോണന്റ് ഫോം എന്ന് പറയുക. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. കമ്പോണന്റ് ഫോം ഓഫ് എ വെക്ടർ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ 3 സ്ക്വയർ 9 പ്ലസ് വൈ സ്ക്വയർ 2 സ്ക്വയർ 4 പ്ലസ് സെഡ് സ്ക്വയർ 36 മൈനസ് 6ന്റെ സ്ക്വയർ. അപ്പൊ റൂട്ട് 49 വരും. റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 7 ആണ്. അപ്പൊ നിങ്ങളിത് പഠിച്ചു വെക്കണം. എപ്പോഴും ഒരു വെക്ടറിന്റെ കമ്പോണന്റ് ഫോം xi പ്ലസ് yj പ്ലസ് zk ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, 2 വെക്ടേഴ്സ് ആർ ഗിവൺ ഇൻ കോമ്പണന്റ് ഫോം. എന്താണ്? വെക്ടർ എ ഈസ് ഈക്വൽ ടു a1i പ്ലസ് b1j പ്ലസ് c1k. വെക്ടർ ബി ഈസ് ഈക്വൽ ടു
A2i പ്ലസ് B2j പ്ലസ് C2k. അങ്ങനെയാണെങ്കിൽ ഇഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ ബി, വെക്ടർ എയും വെക്ടർ ബിയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? A1i പ്ലസ് B1j പ്ലസ് C1k വിൽ ബി ഈക്വൽ ടു A2i പ്ലസ് B2j പ്ലസ് C2k. അല്ലെ? അങ്ങനെയാണെങ്കിൽ then ഏതൊക്കെ ഈക്വൽ ആയിരിക്കും? A1 is equal to A2, ഇതിന്റെ ഐന്റെ കോഎഫിഷ്യന്റ്, ഇതിന്റെ ഐന്റെ കോഎഫിഷ്യന്റ്. B1 is equal to B2, ഇവിടെ B1, ഇവിടെ ജേണ്ടത് B2. C1 is equal to C2. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ. ഇനി ഈ വെക്ടേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക മക്കളെ? നമ്മൾ ഈ വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന രണ്ട് ലോയാണ് പഠിച്ചത്. ട്രയാങ്കുലർ ലോയും പാരലോഗ്രാം ലോയും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ കമ്പോണന്റ് ഫോമിൽ ഡയറക്റ്റ് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെക്ടർ ഏതാണ് എന്ന് നമുക്ക് വരച്ചു നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാതാ? A1i പ്ലസ് A2i, അതായത് A1 പ്ലസ് A2 ഇൻറ്റു I പ്ലസ് ഇതിന്റെ ജെയും ജെയും ആഡ് ചെയ്യാം. B1j പ്ലസ് B2j, B1 പ്ലസ് B2 ഇൻറ്റു j പ്ലസ് C1k പ്ലസ് C2k, C1 പ്ലസ് C2 ഇൻറ്റു k ആയിരിക്കും. ജസ്റ്റ് ഐ ആഡ് ചെയ്യുക, ജെന്റെ ടേം ആഡ് ചെയ്യുക, കെന്റെ ടേം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു, പറഞ്ഞോളൂ എങ്ങനെ വരും? A1 മൈനസ് A2 ഇൻറ്റു I പ്ലസ് B1 മൈനസ് B2 ഇൻറ്റു J പ്ലസ് C1 മൈനസ് C2 ഇൻറ്റു K ആയിരിക്കും. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെക്ടർ എ എന്ന് പറയുന്നത് 3i മൈനസ് 2j പ്ലസ് 4k കമ്പോണന്റ് ഫോമിലും, ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. വെക്ടർ ബി എന്ന് പറയുന്നത് നോക്കൂ, i മൈനസ് 6j മൈനസ് 4kയുമാണെങ്കിൽ എങ്ങനെയാണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എടുക്കുക? ഡയറക്റ്റ് ആഡ് ചെയ്യാനേ ഉള്ളൂ, ഇതൊന്നുമില്ല. 3i പ്ലസ് i 4i മൈനസ് 2j മൈനസ് 6j മൈനസ് 8j, 4k മൈനസ് 4k 0k. ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് വെക്ടർ എ മൈനസ് വെക്ടർ ബി വിൽ ബി ഈക്വൽ ടു 3i മൈനസ് i 2i മൈനസ് 2j മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പൊ പ്ലസ് 4j, 4k മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പൊ 4k പ്ലസ് 4k എന്ന് പറഞ്ഞാൽ എന്താവും മക്കളെ? 8k ആവും. ഇതാണ് വെക്ടറിന്റെ അഡീഷനും വെക്ടറിന്റെ സബ്ട്രാക്ഷനും. ഏത് ഫോമിൽ തന്നാൽ മാത്രം? കോമ്പണന്റ് ഫോമിൽ തന്നാൽ ഇങ്ങനെയാണ് വെക്ടേഴ്സ് ആഡ് ചെയ്യുക, അതുകൂടാതെ തന്നെ സബ്ട്രാക്ട് ചെയ്യുക. ശ്രദ്ധിക്കൂ, ഇനി ഞാൻ പറയുന്നത് ഇതിന് നമ്മൾ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുക. ലാംഡ ഇൻറ്റു A1i പ്ലസ് B1j പ്ലസ് C1k, ഒരു വെക്ടറും ഒരു സ്കാലാറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കമ്പോണന്റ് ഫോമിലാണെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുക. ലാംഡ A1i പ്ലസ് ലാംഡ B1j പ്ലസ് ലാംഡ C1k. നോക്കൂ, ഇപ്പൊ നമ്മൾ പറയുന്നത് -3 ഇൻറ്റു 2i മൈനസ് 4j പ്ലസ് 5k ആണെങ്കിൽ എന്താവും? അത് -6i മൈനസ് 3 ഇൻറ്റു 2i പ്ലസ് 12j മൈനസ് 3 ഇൻറ്റു മൈനസ് 4 മൈനസ് 15k. ഇതാണ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഗിവൺ വെക്ടർ, മനസ്സിലാവുന്നുണ്ടോ? ഇത് റിസൾട്ടന്റ് വെക്ടർ, ഇത് സ്കാലാർ. അപ്പോ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഗിവൺ വെക്ടർ ഉണ്ടല്ലോ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ
മോഡ് -3 ടൈംസ്, മോഡ് -3 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ആയിരിക്കും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ 3 ടൈംസ് ആയിരിക്കും. കൂടാതെ ഈ ഗിവൺ വെക്ടറും റിസൾട്ടന്റ് വെക്ടറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എങ്ങനെ മനസ്സിലായി? സ്കാലാർ നെഗറ്റീവ് ആണ്. അടുത്ത കാര്യം എന്താ പറയാൻ പറ്റുക? ഈ ഗിവൺ വെക്ടറും റിസൾട്ടന്റ് വെക്ടറും കൊളീനിയർ ആയിരിക്കും, പാരലൽ ആയിരിക്കും. അതൊക്കെ ഞാൻ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. ഇവിടെ നമ്മൾ കമ്പോണന്റ് ഫോമിലാകുമ്പോൾ അതൊന്നും ആലോചിക്കാനില്ല. ഡയറക്റ്റ് ആയിട്ട് ആ വെക്ടേഴ്സ് ആ ബ്രാക്കറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആ സ്കാലാർ മൾട്ടിപ്ലിക്കേഷന്റെ കൺസെപ്റ്റ് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പറയുന്നു വെക്ടർ എ ഈസ് ഈക്വൽ ടു a1i പ്ലസ് b1j പ്ലസ് c1k, വെക്ടർ ബി ഈസ് ഈക്വൽ ടു a2i പ്ലസ് b2j പ്ലസ് c2k. ഞാൻ പറയണ ശ്രദ്ധിച്ച് കേൾക്കണം. ഹിയർ വെക്ടർ എ പാരലൽ ടു വെക്ടർ ബി. വെക്ടർ എയും വെക്ടർ ബിയും കൊളീനിയർ ആണ്. കൊളീനിയർ ആണെങ്കിൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് നമുക്ക് എഴുതാം വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ എനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക. വെക്ടർ ബി ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ എ. കാരണം സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് വെക്ടേഴ്സ് പാരലൽ ആയിട്ട് വരിക. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഗിവൺ വെക്ടറും റിസൾട്ടന്റ് വെക്ടറും പാരലൽ ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും കൂടി കേട്ടു നോക്കുക. ഇവിടെ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? a2i പ്ലസ് b2j പ്ലസ് c2kയും is equal to lambda into what is vector a? a1i പ്ലസ് b1j പ്ലസ് c1kയും ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? a2i പ്ലസ് b2j പ്ലസ് c2k is equal to lambda a1i പ്ലസ് നമ്മൾ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ലാംഡ b1j പ്ലസ് ലാംഡ c1k എഴുതി കൂടെ. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ a2 is equal to ലാംഡ a1. ഐൻ്റെതും ഈക്വൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. b2 is equal to ലാംഡ b1 and c2 is equal to lambda c1. That is a2 by a1 is equal to lambda, b2 by b1 is equal to lambda, c2 by c1 is equal to lambda. അതിന്റെ അർത്ഥം എന്താണ്? a2 by a1 is equal to b2 by b1 is equal to c2 by c1. ഇതാണ് വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിൽ തന്നാൽ കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ്. ഈ രണ്ട് വെക്ടേഴ്സും കൊളീനിയർ ആണെങ്കിൽ കമ്പോണന്റ് ഫോമിൽ തന്നിട്ട് കൊളീനിയർ ആണെങ്കിൽ a2 by a1 ഉം b2 by b1 ഉം c2 by c1 ഉം ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3i മൈനസ് 2j പ്ലസ് 6k ഒരു വെക്ടർ ശ്രദ്ധിക്കണം ഞാൻ പറയണേ. മറ്റൊരു വെക്ടർ -6i പ്ലസ് 4j മൈനസ് 12k. പ്രൂവ് ദാറ്റ് ദീസ് ടു വെക്ടേഴ്സ് ആർ കൊളീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്തു നോക്കുക? കൊളീനിയർ ആണെങ്കിൽ എപ്പോഴും a2 by a1 is equal to b2 by b1 is equal to c2 by c1 ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. -6/3 a2 by a1, 4 by -2 b2 by b1, -12 by 6. മൂന്നും ഈക്വൽ അല്ലേ? ഈക്വൽ കിട്ടിയല്ലോ. അതുകൊണ്ട് അത് എന്ത് വെക്ടർ ആയിരിക്കും? കൊളീനിയർ വെക്ടർ ആയിരിക്കും. നോക്കൂ, -2 ഇവിടെയും -2 ഇവിടെയും -2 കൊളീനിയർ ആണ്. അതായത്
ഈ വെക്ടർ എനെ നമ്മൾ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു എ ആയിരിക്കും. ഇതാണ് കൊളീനിയർ നോക്കാനുള്ള സിമ്പിൾ മെത്തേഡ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം പറയുന്നത്. ഗിവൺ ദാറ്റ് വെക്ടർ എ ഈസ് ഈക്വൽ ടു എഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഇൻ കമ്പോണന്റ് ഫോം. ഞാൻ പറഞ്ഞല്ലോ ഐ ജെ കെ എന്ന് വെച്ച് എഴുതുന്നതിനെയാണ് കമ്പോണന്റ് ഫോം എന്ന് പറയുന്നത്. എന്റെ ചോദ്യം, വെക്ടർ എയുടെ സ്കാലാർ കമ്പോണൻസ് എന്താണ്? സ്കാലാർ കമ്പോണൻസ് ഓഫ് വെക്ടർ എ. സ്കാലാർ കമ്പോണൻസ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്നത് എ ബി സി ആണ്. നേരത്തെ പറഞ്ഞല്ലോ എക്സും വൈയും സെറ്റും ആണ്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ ആണെങ്കിൽ എയും ബിയും സിയുമാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഹിയർ എ ബി സി ആർ കോൾഡ് ഓർ സ്കാലാർ കമ്പോണൻസ് ഓഫ് വെക്ടർ എ ആർ കോൾഡ് ഡയറക്ഷൻ റേഷ്യോസ്. Direction ratios of vector A. Scalar components of the given vector is called direction ratios. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നോക്കൂ. വെക്ടർ എ ഈസ് ഈക്വൽ ടു 3i മൈനസ് 2j പ്ലസ് 5k ആണെങ്കിൽ ഈ വെക്ടർ എന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് 3 മൈനസ് 2 5 ആയിരിക്കും. സ്കാലാർ കമ്പോണൻസ് 3 മൈനസ് 2 5 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളോട് പറയാണ് direction ratio of a vector. Direction ratio of a vector is 2 1 5. അങ്ങനെയാണെങ്കിൽ ആ വെക്ടർ എങ്ങനെയാണ് കമ്പോണന്റ് ഫോമിൽ എഴുതുക? 2i പ്ലസ് ജെ പ്ലസ് 5k ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു വെക്ടറിന്റെ സ്കാലാർ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചേ, ഇത് നിങ്ങൾക്ക് മനസ്സിലായേ? എപ്പോഴും സ്കാലാർ കമ്പോണൻസ് ഏതാണോ അതാണ് ഡയറക്ഷൻ റേഷ്യോസ് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ യൂണിറ്റ് വെക്ടർ കാണുക. യൂണിറ്റ് വെക്ടർ ഓഫ് വെക്ടർ എ. ഇതിന്റെ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? എ ക്യാപ്പ്. എന്താണ് എ ക്യാപ്പിന്റെ ഇക്വേഷൻ? ഞാൻ പറഞ്ഞല്ലോ വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എ ആണ് ഇക്വേഷൻ. അതായത് എന്താണ് വെക്ടർ എ? എഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു root of a square plus b square plus c square. ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്താൽ a by root a square plus b square plus c square into I. ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ b by root a square plus b square plus c square into j plus c by root a square plus b square plus c square into k എന്നാണ് എഴുതുക. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ. അപ്പൊ ഇതാണ് അതിന്റെ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ. എന്റെ ചോദ്യം, സ്കാലാർ കമ്പോണൻസ് ഓഫ് യൂണിറ്റ് വെക്ടർ.
സ്കാലാർ കമ്പോണൻസ് ഓഫ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിന്റെ സ്കാലാർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? a/√a² പ്ലസ് b² പ്ലസ് c². ഇതാണ് അതിന്റെ കോഎഫിഷ്യന്റ്. മറ്റേതോ b/√a² പ്ലസ് b² പ്ലസ് c². മറ്റേതോ c/√a² പ്ലസ് b² പ്ലസ് c². ഇതാണ് എന്ത് മക്കളെ? സ്കാലാർ കമ്പോണൻസ് ഓഫ് ദ യൂണിറ്റ് വെക്ടർ. ഇങ്ങനെ യൂണിറ്റ് വെക്ടറിന്റെ സ്കാലാർ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുക. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് വെക്ടർ. ഈ ഗിവൺ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടതിന് ശേഷമുള്ള സ്കാലാർ കമ്പോണൻസ് ആണ്. അതായത് എൽ എം എൻ ആണ് ഈ സംഭവം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? എൽ സീക്വൽ ടു എൽ എന്താണ് നോക്കൂ, a/√a² പ്ലസ് b² പ്ലസ് c² ആൻഡ് m സീക്വൽ ടു b/√a² പ്ലസ് b² പ്ലസ് c² ആൻഡ് n സീക്വൽ ടു പറയൂ എന്താ വരിക? c/√a² പ്ലസ് b² പ്ലസ് c². ഇവിടെ എ ബി സി എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസും എൽ എം എൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസുമാണ്. അപ്പൊ ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എൽ സീക്വൽ ടു a/√a² പ്ലസ് b² പ്ലസ് c², m സീക്വൽ ടു b/√a² പ്ലസ് b² പ്ലസ് c², n സീക്വൽ ടു c/√a² പ്ലസ് b² പ്ലസ് c². അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്? ഒരു വെക്ടർ കമ്പോണന്റ് ഫോമിൽ തന്നാൽ അതിന്റെ സ്കാലാർ കമ്പോണൻസ് ആണ് ഡയറക്ഷൻ റേഷ്യോസ്. അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടതിന് ശേഷം വെക്ടർ a/mod വെക്ടർ അത് ഉപയോഗിച്ചിട്ട് യൂണിറ്റ് വെക്ടർ കണ്ടതിന് ശേഷമുള്ള സ്കാലാർ കമ്പോണൻസിന് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും. നോക്കൂ, നമ്മളുടെ ഗിവൺ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 3i മൈനസ് 2j പ്ലസ് 5k. അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? 3 മൈനസ് 2 5. ഇതിന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണാം? a സീക്വൽ ടു 3i മൈനസ് 2j പ്ലസ് 5k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² 9 പ്ലസ് 4 പ്ലസ് 25 റൂട്ട് 38 അല്ലെ? ദാറ്റ് ഈസ് 3/√38i മൈനസ് 2/√38j പ്ലസ് 5/√38k. ഇതാണ് അതിന്റെ യൂണിറ്റ് വെക്ടർ. ആ യൂണിറ്റ് വെക്ടറിന്റെ സ്കാലാർ കമ്പോണൻസ് ഏതൊക്കെയാണ്? 3/√38 മൈനസ് 2/√38 5/√38. ഇതാണ് അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എൽ എം എൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. a/√a² പ്ലസ് b² പ്ലസ് c². അപ്പൊ 3/√38 എന്ന് വരും. b/√a² പ്ലസ് b² പ്ലസ് c². അപ്പൊ മൈനസ് 2/√38 എന്ന് വരും. 5/√ c/√ എന്ന് പറയുമ്പോൾ 5/√a² പ്ലസ് b² പ്ലസ് c². അപ്പൊ 5/√38 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ കാണുക, എന്നിട്ട് അതിന്റെ സ്കാലാർ കമ്പോണൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. നമ്മൾ അവസാനിപ്പിക്കുകയായി.
ഒരു ഗിവൺ വെക്റ്റർ ആണെങ്കിൽ അതിന്റെ സ്കാലാർ കമ്പോണൻസിനെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്നും യൂണിറ്റ് വെക്റ്റർ കണ്ടതിന് ശേഷം അതിന്റെ സ്കാലാർ കമ്പോണൻസിനെ നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്നും പറയും. ക്ലിയർ? ഓക്കെ.